ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അവർക്ക് ഒരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. കാരണം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചെലവാക്കുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. ഇയാൾ ആരാണ്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം 1.5 കോടി കൊടുക്കേണ്ടതില്ല, 50 ലക്ഷം കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കണമെങ്കിൽ 3 മാസത്തെ കർശനമായ ട്രെയിനിങ് അവർക്ക് കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഈ ദലിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇയാൾ ആരാണെന്നേ? ഗവൺമെന്റ് എടുത്ത വളരെ പോസിറ്റീവായ ഒരു പോളിസിയാണ് ഈ മാർജിനൽ കമ്മ്യൂണിറ്റീസിൽ നിന്ന് വരുന്ന സിനിമാ പ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളത്. ആ പോളിസി നടപ്പിലാക്കേണ്ടതില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ പറയുന്നത്. അയാൾ ഉദ്ദേശിക്കുന്നത് സിനിമ എന്ന് പറയുന്ന പവിത്ര മേഖലയിലേക്ക് ഈ മാർജിനൽ കമ്മ്യൂണിറ്റീസിൽ നിന്ന് ആരും വരേണ്ടതില്ല എന്ന് അയാൾ നിർബന്ധം പിടിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ മഹാനായ ചലച്ചിത്രകാരനാണെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് സിനിമ വെച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ. ഞാൻ പറയുന്നൊരു കാര്യം, ഇവരെയൊക്കെ മഹത്തുക്കളായി വാഴിക്കുന്ന മലയാളി തന്നെയാണ് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത്.